സോ ഗൈസ് ഇന്ന് നമ്മൾ വിത്തൗട്ട് കസ്റ്റം HUD ഫ്രീ ഫയർ കളിക്കാൻ വേണ്ടി പോവാണ്. വിച്ച് മീൻസ് നമുക്ക് കളിക്കുന്ന ടൈമിൽ ഒരു ബട്ടണും യൂസ് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ഓടാൻ പറ്റത്തില്ല, ചാടാൻ പറ്റത്തില്ല, ഗണ്ണ് കാര്യങ്ങളൊന്നും ചൂസ് ചെയ്യാനും പറ്റത്തില്ല. പക്ഷെ നമ്മൾ ഓരോ പ്രാവശ്യം ചാവുമ്പോഴും നമുക്ക് ഏതെങ്കിലും ഒരു ബട്ടൺ തിരിച്ചെടുക്കാൻ പറ്റും. സോ ലെറ്റ്സ് സീ ഗൈസ്, നമുക്ക് ഒരു മാച്ച് ബൂയി അടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചുരുങ്ങിയത് എത്ര ബട്ടൺ വേണ്ടി വരും നോക്കി നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഗൈസ് നമ്മുടെ കസ്റ്റം HUD വന്നിട്ട് എല്ലാ ബട്ടണും നമ്മൾ ഈ ഒരു മാപ്പിന്റെ ടോപ്പിലോട്ട് കൊണ്ടുപോയി ഇടാൻ വേണ്ടി പോവാണ്. നമ്മുടെ ജമ്പ് ബട്ടന്, ക്രൗച്ച് ബട്ടന്, ഷൂട്ടിംഗ് ബട്ടന്, സ്പ്രിന്റ് ബട്ടന്, അങ്ങനെ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന എല്ലാ ബട്ടനും ഗൈസ് നമ്മൾ ഈ ഒരു മാപ്പിന്റെ ടോപ്പിലോട്ട് കൊണ്ടുവന്ന് വെച്ചേക്കാണ്. സോ വിത്തൗട്ട് ബട്ടൺ നമുക്ക് ഫസ്റ്റ് മാച്ച് കളിക്കണം. ഓക്കെ ഗൈസ്, ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് മാച്ച് സ്റ്റാർട്ട് ആയിട്ടുണ്ട്, പുർഗട്ടറി മാപ്പ്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ലിറ്ററലി ഗൈസ് നമ്മുടെ സ്ക്രീനിലാണെങ്കിൽ ഒരു ബട്ടനും ഇല്ല, നമുക്കാണെങ്കിൽ ഇജക്റ്റ് പോലും ചെയ്യാൻ പറ്റുന്നില്ല, പ്ലെയിനിൽ നിന്ന് ഇറങ്ങാൻ പോലും പറ്റുന്നില്ല. ഇവിടുത്തെ ഓട്ടോമാറ്റിക്കലി പ്ലെയിൻ ആണെങ്കിൽ എജക്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇവിടെയാണെങ്കിൽ നമുക്ക് മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, കാരണം നമ്മുടെ ജോയ്സ്റ്റിക്ക് എവിടെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാലും സ്ക്രീനിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ എന്താ പറയുക, മൂവ്മെൻറ്റ് ബട്ടൺ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇത് ഇവിടെ ഒരു എനിമി ഗൈസ് AFK ആയിട്ട് നിൽക്കുന്നുണ്ട്, പക്ഷേ ആ എനിമിനെ ഇടിച്ചിടാൻ കൂടി പറ്റുന്നില്ല, ഫയർ ബട്ടൺ ഇല്ലാത്തതുകൊണ്ട്. ഓക്കെ, നമുക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ നമുക്കിനി ചാവുന്നവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇവിടുത്തെ ആ ഒരു എനിമിയാണെങ്കിൽ തിരിച്ചു വന്ന് നമ്മൾ അടിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ഒരു ബട്ടൺ തിരിച്ചെടുക്കാൻ പറ്റും. സോ ഇപ്രാവശ്യം നമ്മൾ ഫയർ ബട്ടൺ ആണ് തിരിച്ചെടുക്കുന്നത്. സോ നെക്സ്റ്റ് മാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് മാച്ച് ഇതേ ഗ്രേവ് യാർഡിലാണ് നമ്മൾ ഇറങ്ങി വെക്കുന്നത്. ഇവിടെയാണ് ഇതേ കുറേ ഐറ്റംസ്. ഓക്കെ ഗൈസ്, നമുക്കാണെങ്കിൽ ഓട്ടോ പിക്കപ്പ് എനേബിൾഡ് ആയതുകൊണ്ട് നമുക്ക് ടച്ച് ചെയ്യാതെ തന്നെ, ബട്ടൺ ഇല്ലാതെ തന്നെ നമുക്കിത് ഐറ്റംസ് കാര്യങ്ങളൊക്കെ പിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ നമുക്കൊരു ഗണ്ണ് കാര്യങ്ങളൊക്കെ പിക്ക് ചെയ്തിട്ട് ഇവിടെ ഗ്രേവ് യാർഡിൽ നിന്ന് ഒരു കില്ലെങ്കിൽ ഒരു കില്ല് എടുക്കാൻ പറ്റുമോ നോക്കി നോക്കാം. ഇവിടെ ഒരു റോക്കറ്റ് ലോഞ്ചർ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. എന്തായാലും ഗൈസ് നമുക്ക് ഇവിടെ ഈ ഒരു വീട്ടിൻ്റെ ടോപ്പിൽ ഇതേ സൗണ്ട് കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ഒരു എനിമിയാണ് ഇതേ മുമ്പിൽ വെക്കുന്നുണ്ട്. ആ എനിമിനെ നമുക്ക് റോക്കറ്റ് ലോഞ്ചർ വെച്ചിട്ട് ആ ഒരു എനിമി എവിടെ പോയി എന്ന് അറിയത്തില്ല. ഇവിടെ അടുത്തൊരു എനിമി വന്നിട്ടുണ്ട്. സോ ഈ ഒരു എനിമിനെ അടിച്ചിടാൻ നോക്കി നോക്കാം. ബൈ ബൈ. സോ ഇപ്രാവശ്യം ഗൈസ് നമുക്ക് നമ്മുടെ സ്പ്രിന്റ് ബട്ടൺ തിരിച്ചെടുക്കാം, കാരണം ജോയ്സ്റ്റിക്ക് വെച്ച് മൂവ് ചെയ്യുന്നത് വളരെയധികം റിസ്ക് ആണ്. അതുകൊണ്ട് തന്നെ സ്പ്രിന്റ് ബട്ടൺ തിരിച്ചെടുത്തിട്ടുണ്ട്. സോ ഇപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ഗൈസ് നമുക്ക് മാപ്പിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കാം. അതേപോലെ തന്നെ ഫയർ ബട്ടനും ഉണ്ട്. സോ എനിമീസിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇടിച്ചിടാനും പറ്റും. ഓട്ടോ പിക്കപ്പ് വെച്ച് ഗണ്ണ് കിട്ടിയെങ്കിലും ഗൈസ് നമുക്ക് ഗണ്ണ് കയ്യിലെടുക്കാൻ പറ്റുന്നില്ല, ഗൺ സ്ലോട്ട് ഇല്ലാത്തതുകൊണ്ട്. ഓക്കെ, ഇവിടെ ഒരു എനിമി നിൽക്കുന്നുണ്ട് ഗൈസ്. ഈ ഒരു എനിമിനെ നമുക്ക് കൈ വെച്ച് ഇടിച്ചിടണം. സോ ആ എനിമി ഇതേ ഗണ്ണ് കാര്യങ്ങളൊക്കെ എടുക്കുന്നതിന് മുമ്പ് തന്നെ കൈ വെച്ചിട്ട് ഗൈസ് ആ എനിമിനെ അടിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് ഗൈസ് നേരത്തെ ഈ ഒരു ഭാഗത്തോട്ട് വന്നപ്പോൾ ഒരു എനിമിയാണ് ഇത് ഇവിടെ ലൂട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു എനിമിനെ കൂടി ഗൈസ് നമുക്ക് കൈ വെച്ച് അടിച്ചിടാൻ പറ്റുമോ നോക്കി നോക്കാം. അത് എൻ്റെ ബാക്ക് പോയിട്ട് ഒരു ഹെഡ് ഷോട്ട് കാര്യങ്ങളൊക്കെ കൊടുത്ത്, പക്ഷെ അപ്പോഴേക്കും ആ എനിമിയാണ് ഇത് M8 വെച്ച് അടിച്ചിട്ടോ. അടുത്ത നമുക്ക് നമ്മുടെ ഗൺ സ്ലോട്ട് തിരിച്ചെടുക്കാം, കാരണം ഓട്ടോ പിക്കപ്പ് ഉണ്ടെങ്കിൽ കൂടി നമുക്ക് ഗൺ സ്ലോട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കയ്യിലോട്ട് ഗണ്ണെടുക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഗണ്ണ് കാര്യങ്ങളൊന്നും ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും ഗൈസ് ഇവിടുത്തെ അടുത്ത മാച്ചിൽ ഇറങ്ങിയ പാടത് ഇവിടെ ഒരു എനിമിനെ കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് ആ എനിമിനെ നേരെ കയറി ചെന്നങ്ങ് അടിച്ചിടാം. ഓക്കെ, ആ എനിമിനെ സ്പാസ് വെച്ചിട്ട് നമ്മൾ അടിക്കാൻ നോക്കുന്നുണ്ട്, ഒന്നും നടക്കുന്നില്ല. അവസാനം സ്പാസ് വെച്ച് കുത്തി പിടിച്ച് ഗൈസ് ആ എനിമിനെ അങ്ങ് അടിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഗൈസ് ലിറ്ററലി നമുക്ക് 13 HP ബാക്കിയുള്ളൂ. നമുക്കാണെങ്കിൽ മെഡിക്കറ്റ് കാര്യങ്ങൾ കയ്യിലുണ്ടെങ്കിൽ കൂടി നമുക്ക് ഹീൽ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല, മെഡിക്കറ്റ് ബട്ടൺ ഇല്ലാത്തതുകൊണ്ട്. ഓക്കെ, നമ്മുടെ കയ്യിലാണെങ്കിൽ മെഡിക്കറ്റ് ബട്ടൺ കാര്യങ്ങളൊന്നും ഇല്ല. എന്തായാലും അവിടുന്ന് ഓട്ടോ പിക്കപ്പ് വെച്ച് ലൂട്ട് കാര്യങ്ങളൊക്കെ എടുത്തത് ഇവിടെ ഒരു മഷ്റൂം ആണെന്നുണ്ട്. സോ മഷ്റൂമും ഗൈസ് നമുക്ക് യൂസ് ബട്ടൺ ഇല്ലാത്തതുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോഴേക്കും ബാക്കിൽ നിന്നാണെങ്കിൽ ഒരു എനിമി അടിച്ചിട്ടുണ്ട്. സോ അടുത്തത് നമുക്ക് നമ്മുടെ ജമ്പ് ബട്ടൺ, ഓക്കെ ചാടുന്ന ബട്ടൺ തിരിച്ചെടുക്കാം, കാരണം ജമ്പ് ബട്ടൺ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കാണെങ്കിൽ നേരെ അവിടെ മൂവ്മെന്റ് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും അടുത്ത മാച്ചിൽ നേരെ പീക്കിലാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇവിടെ ഇഷ്ടംപോലെ എനിമീസിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് സ്കാൻ വാച്ചിൽ കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇവിടുന്ന് കണ്ട കാര്യങ്ങളൊക്കെ എടുത്ത് ഗൈസ് നേരെ കയറി ചെന്ന് റഷ് ചെയ്ത് കളിക്കാം. ഇവിടെ ഒരു M4A1 ലോങ് റേഞ്ചിനും മാഗ് ഷോർട്ട് റേഞ്ചിനും കിട്ടിയിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ തൊട്ട് മുമ്പിൽ ഗൈസ് ഒരു എനിമി നിൽക്കുന്നുണ്ട്. ഓക്കെ, ഒന്നും നോക്കിയില്ല, മാഗ് എടുത്ത് ഗൈസ് ആ എനിമിനെ ഹെഡ് ഷോട്ട് കാര്യങ്ങളൊക്കെ കൊടുത്ത് ഡൗൺ ആക്കി നമ്മുടെ ഫസ്റ്റ് കില്ല് എടുത്തിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഗൈസ് ഇവിടുത്തെ പീക്കിലാണെങ്കിൽ ഫയറിങ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. സോ ഐ തിങ്ക് പീക്കിൽ ആ തറവാട്ട് വീട്ടിൻ്റെ അവിടെ 1-2 എനിമീസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് നേരെ കയറി ചെന്ന് നോക്കി നോക്കാം ഗൈസ്, അവിടെ എനിമീസ് എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ അടിച്ചിടാം. ഇതേ ഒരു എനിമിയാണെങ്കിൽ കോർണറിൽ നിൽക്കുന്നുണ്ടായിരുന്നു, നൈസായിട്ട് M4A1 വെച്ചൊരു കിഡിലൻ ഫുൾ റെഡ് കാര്യങ്ങൾ കൊടുത്തിട്ട് ഗൈസ് ആ എനിമിനെ കൂടി അങ്ങ് ഫിനിഷ് ചെയ്ത് 2 കില്ല് എടുത്തിട്ടുണ്ട്. സോ ഇനി 1 മോർ പ്ലെയർ ഗൈസ് ഇവിടെ എവിടെയോ ഉണ്ടെന്ന് തോന്നുന്നത്. നേരെ നമ്മുടെ തറവാട്ട് വീട്ടിൻ്റെ വെളിയിലോട്ട് വന്നിട്ടുണ്ട്. എന്തായാലും M4A1 എടുത്ത് ഗൈസ് കുറച്ച് ബോഡി ഡാമേജ് കാര്യങ്ങളെ കൊടുക്കാൻ പറ്റുള്ളൂ. എന്തായാലും നമുക്ക് ആ എനിമിനെ കൂടി M4A1 വെച്ച് ഇവിടെ നിന്ന് തന്നെ എടുക്കാൻ പറ്റുമോ നോക്കി നോക്കാം. ആ എനിമിയാണെങ്കിൽ ആ ഒരു ജനറൽ സ്റ്റെക്കായ ടൈമിൽ
നമ്മളാണെങ്കിൽ M4 വെച്ച് കുത്തി പിടിച്ച് ഗൈസ് ആ എനിമിനെ കൂടി അങ്ങ് ഫിനിഷ് ചെയ്ത് ടോട്ടൽ 3 കില്ല് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ജമ്പ് ബട്ടൺ കൂടി വന്നപ്പോൾ കുറെ ഈസി ആയിട്ടുണ്ട്. എന്നാലും നമുക്ക് സ്റ്റിൽ മെഡിക്കേറ്റ് കാര്യങ്ങളൊന്നും ഇല്ല. സോ നമുക്ക് മിനിമം ഡാമേജ് എടുക്കണം. ഓക്കെ, ഇവിടെ ഒരു എനിമി നമ്മുടെ മുമ്പിൽ ഒന്നും നോക്കിയില്ല ഗൈസ്. ആ എനിമി നമ്മൾ അടിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നല്ല രീതിക്ക് മാഗ് വെച്ച് കുത്തി പിടിച്ച്. ഓക്കെ ഗൈസ്, ലോങ്ങിന്റെ ഒരു എനിമിയാണെങ്കിൽ നമ്മൾ അടിച്ച് 130 HP ആക്കിയിട്ടുണ്ട്. നമുക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഹീൽ കാര്യങ്ങളൊന്നും എന്തായാലും ചെയ്യാൻ പറ്റത്തില്ല. ഹീൽ ബട്ടണും അതേപോലെ തന്നെ യൂസ് ബട്ടൺ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്, യൂസ് ബട്ടൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക മഷ്റൂം കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യായിരുന്നു. പിന്നെ അതുമല്ല ഗൈസ്, ഇവിടെ നമുക്ക് സ്കോപ്പ് ചെയ്യാനും പറ്റുന്നില്ല. ഓക്കെ, സ്കോപ്പ് ബട്ടൺ ഇല്ലാത്തതുകൊണ്ട് ഗൈസ് നമുക്കാണെങ്കിൽ സ്കോപ്പ് ചെയ്യാനും പറ്റുന്നില്ല. ലോങ് റേഞ്ചിലുള്ള എനിമീസിലൊന്നും നമുക്ക് ഒരിക്കലും അടിക്കാൻ പറ്റത്തില്ല സ്കോപ്പ് ചെയ്തിട്ട്. ആ വീട്ടിന്റെ ടോപ്പിലാണെങ്കിൽ ഒരു എനിമി നിൽക്കുന്നുണ്ട്, പക്ഷെ നമുക്കാണെങ്കിൽ സ്കോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. കുറച്ചുകൂടി എടുത്തു പോയി അടിക്കേണ്ടി വരും. ഓക്കെ, ആ എനിമിയുടെ തല പുറത്തോട്ട് കിട്ടിയത് ഗൈസ് ഒരു കിഡിലെ ഹെഡ്ഷോട്ട് എടുത്തിട്ട് ആ എനിമിനെ ഡൗൺ ആക്കി 5ാമത്തെ കില്ല് എടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ 1 more എനിമി ഉണ്ട് ഗൈസ്. ചെറുതായിട്ട് ആ എനിമിയുടെ കൈ പുറത്തോട്ട് കാണുന്നുണ്ട്, പക്ഷെ നമുക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവസാനം നമ്മൾ നേരെ കയറി ചെന്ന് ആ എനിമി ഹീൽ ചെയ്യുന്ന ടൈമിൽ ഗൈസ് മാഗ് വെച്ച് വീണ്ടും ഗൈസ് ആ എനിമിനെ കൂടി അടിച്ചിട്ട് 6ാമത്തെ കില്ല് കൂടി എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ പീക്കിൽ തറവാട്ടിന്റെ ബാക്കിൽ ഗൈസ് അടുത്ത എനിമിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ആ എനിമിയാണെങ്കിൽ M4 വെച്ച് അടിക്കാൻ നോക്കി, പക്ഷേ ലിറ്ററലി ഗൈസ് നമുക്കാണെങ്കിൽ ഗ്ലൂ വാൾ ബട്ടൺ കാര്യങ്ങളില്ലാത്തതുകൊണ്ട് കവറും ചെയ്യാൻ പറ്റിയില്ല. ആ എനിമിയാണെങ്കിൽ നമ്മൾ അടിച്ചിട്ട് അടുത്തത് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത് മെഡിക്കേറ്റ് ബട്ടനാണ്. ഓക്കെ, മെഡിക്കേറ്റ് ബട്ടൺ കൂടി ഉണ്ടെങ്കിൽ ഗൈസ് ഓൾമോസ്റ്റ് എല്ലാം സെറ്റായി. സോ ഇനി എന്തായാലും നമുക്ക് സിമ്പിൾ ആയിട്ട് മാച്ച് എടുക്കാൻ പറ്റും തോന്നുന്നു. കാരണം നമുക്ക് ഓടാൻ പറ്റും, ചാടാൻ പറ്റും, ഗണ്ണ് കാര്യങ്ങൾ ചൂസ് ചെയ്യാൻ പറ്റും, പിന്നെ ഓട്ടോ പിക്കപ്പ് വെച്ചിട്ട് ഐറ്റംസ് കാര്യങ്ങൾ പിക്ക് ചെയ്യാനും പറ്റും. ഇനി നമുക്ക് നല്ല രീതിക്ക് ഡാമേജ് കാര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് മെഡിക്കേറ്റ് ബട്ടനും ഉണ്ട്. ഓക്കെ, ഇവിടെ എന്തായാലും ഇത് പൊരിഞ്ഞടി കിടക്കുന്നുണ്ട് ബ്രസീലിയുടെ ഈ ഒരു ഭാഗത്ത്. എന്തായാലും നമ്മൾ നേരെ കയറി ചെന്ന് കയ്യിലുണ്ടായിരുന്ന തോംസൺ വെച്ചിട്ട് ഗൈസ് ആ എനിമിയുടെ തല ഇങ്ങനെ അടിച്ചു പൊട്ടിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു ലാസ്റ്റ് ഒരു ഹെഡ്ഷോട്ട് കാര്യങ്ങൾ എടുത്ത് ഡൗൺ ആക്കി അടുത്ത എനിമിനെ ഇങ്ങോട്ട് ഓടി വരുന്ന ആ എനിമിനെ കൂടി നല്ല രീതിക്ക് ഡാമേജ് കാര്യങ്ങൾ കൊടുത്ത്. പക്ഷെ അപ്പോഴേക്കും ആ എനിമിയുടെ പുറത്തോട്ട് ഓടി ഒന്നും നോക്കിയില്ല, പിന്നാലെ തന്നെ പോയി ഗൈസ് ആ എനിമി കൂടി ലാസ്റ്റ് ഒരു ഹെഡ്ഷോട്ട് കാര്യങ്ങൾ കൊടുത്ത് ഡൗൺ ആക്കിയിട്ടുണ്ട്. സോ ടോട്ടൽ 2 കില്ല്. ഓക്കെ, ഇറങ്ങിയ പാടേ 2 കില്ല് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. സോ ഇനിയും ഇവിടെ എനിമീസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ എപ്പോഴും ഇതേ ഫൈറ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും ഫൈനലി ഗൈസ് ഈ ഒരു ഭാഗത്തോട്ട് വന്നപ്പോൾ ഇവിടെയാണെങ്കിൽ ഇത് ഗണ്ണ് കാര്യങ്ങൾ ചേഞ്ച് ചെയ്യുന്ന സൗണ്ട് കേട്ടോ. ഓക്കെ, ഈ ഒരു വീട്ടിൻ്റെ ഉള്ളിലാണെങ്കിൽ ഇതേ ഒരു എനിമി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ആ ഒരു എനിമിനെ നമുക്ക് ആ ഒരു സൗണ്ട് കേട്ടോണ്ട് തന്നെ സിമ്പിളായിട്ട് അടിച്ചിടാൻ പറ്റി. സോ നിങ്ങളും മാക്സിമം ഗെയിമിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ടൈമിൽ ഹെഡ്സെറ്റ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ നോക്കുക. എത്ര പേര് ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് താഴെ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. എന്തായാലും ഇവിടെ നിന്ന് നമുക്ക് 3rd കില്ലും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു വീട്ടിൻ്റെ ടോപ്പിൽ ഗൈസ് ഒരു എനിമിയാണെങ്കിൽ നിൽക്കുന്നുണ്ട്. ഒന്നും നോക്കിയില്ല, നമ്മൾ നേരെ കയറി ചെന്ന് ഗൈസ് തോംസൺ വെച്ച് നിക്കി അങ്ങ് പിടിച്ച് ആ എനിമിനെ കൂടി അങ്ങ് ഫിനിഷ് ചെയ്ത് 4 കില്ല് എടുത്തിട്ടുണ്ട് ഈ ഒരു മാച്ചിൽ. സോ ഈ ഒരു മാച്ച് നമുക്ക് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും തോന്നുന്നുണ്ട്. കാരണം ലിറ്ററലി ഗൈസ് നമുക്ക് മിനിമം വേണ്ട എല്ലാ ഐറ്റംസും എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, എല്ലാ ബട്ടൺസും ഉണ്ട്. ഒരു എനിമി ഇതേ കയറി വന്ന് ഗൈസ് ചാടി ആ എനിമിയുടെ കൂടി തലങ്ങ് അടിച്ചു പൊട്ടിച്ച് 5ാമത്തെ കില്ല് കൂടി എടുത്തിട്ടുണ്ട് ഈ ഒരു മാച്ചിൽ. ഓക്കെ, ഇവിടുത്തെ ഒരു എനിമിയുടെ ഫുഡ് സ്റ്റെപ്സ് കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ആ എനിമി അതേ നമ്മൾ എടുത്തോട്ട് വന്നതും തോംസൺ എടുത്ത് വീണ്ടും ഗൈസ് കുത്തിയങ്ങ് പിടിച്ചു. ഓക്കെ, ഈ ഒരു മാച്ചിൽ എന്തായാലും നമ്മൾ ബൂയക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുകൊണ്ട് കുത്തിയങ്ങ് പിടിച്ച് ഗൈസ് ആ എനിമിനെ അടിച്ചിട്ടുണ്ട്. അങ്ങനത്തെ അവിടുന്ന് നമ്മൾ നേരെ ബ്രസീലിയുടെ ഈ ഒരു ടോപ്പ് ഭാഗത്തോട്ട് വന്നപ്പോൾ തൊട്ടുമ്പത്തെ വീട്ടിലാണെങ്കിൽ ഫൈറ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നേരെ കയറി ചെന്ന് അടിക്കാന്ന് വിചാരിച്ചത് വേറൊരു എനിമി. ആ എനിമിക്കാണെങ്കിൽ തോംസൺ വെച്ച് നല്ല രീതിക്ക് ഡാമേജ് കാര്യങ്ങളൊക്കെ കൊടുത്ത് കില്ല് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ലോങ്ങിൽ ഒരു എനിമി നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള ഈ ഒരു വീട്ടിൻ്റെ ടോപ്പിലാണെങ്കിൽ ഒരു എനിമി നിൽക്കുന്നുണ്ട്. ഓക്കെ, 2 എനിമീസ് നമ്മൾ തൊട്ടടുത്തുണ്ട്. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ ആ എനിമി ഓക്കെ നേരത്തെ ആ ലോങ്ങിലുണ്ടായിരുന്ന എനിമി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. അവസാനം നമ്മൾ കിങ് ഫിഷർ എടുത്ത് ഗൈസ് ഒരു ഹെഡ്ഷോട്ട് കാര്യങ്ങൾ കൊടുത്ത് ആ എനിമിനെ കൂടി അങ്ങ് ഫിനിഷ് ചെയ്ത്. ഇനി നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു വീടിൻ്റെ ടോപ്പിൽ ഒരു എനിമി ക്യാമ്പ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഓക്കെ, ആ എനിമി ആ ഒരു കോർണറിലാണെങ്കിൽ ഒളിച്ച് നിൽക്കുകയാണ്. സോ നമുക്ക് എന്തായാലും നേരെ അങ്ങ് കയറി ചെന്ന് ആ എനിമിനെ കൂടി അങ്ങ് അടിച്ചിടാം. ഒന്നും നോക്കിയില്ല, നേരെ കയറി ചെന്ന് ഗൈസ് തോംസൺ വെച്ച് ആ എനിമിനെ കൂടി അങ്ങ് അടിച്ചിട്ട് 9ാമത്തെ കില്ല്. ഓക്കെ, ആൾറെഡി നമ്മൾ 9 കില്ല് 5 വട്ടം വെച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നപ്പോൾ ഗൈസ് ഒരു എനിമിയാണെങ്കിൽ നമ്മൾ നേരെ ഇങ്ങോട്ട് ഓടി വരുന്നുണ്ട്. എന്തായാലും ആ എനിമിനെ കൂടി ഗൈസ് ആ എനിമി ഗണ്ണ് കാര്യങ്ങൾ എടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നിക്കി അങ്ങ് പിടിച്ച് കൊന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഗൈസ് ഈ ഒരു എനിമീസൊക്കെ ഡ്രസ്സ് കാര്യങ്ങൾ നമുക്ക് കാണുന്നില്ല. നമുക്ക് ഇപ്പോഴും ആ ഒരു ഗ്ലിച്ചിൻ്റെ സൊല്യൂഷൻ കിട്ടിയിട്ടില്ല. സോ നിങ്ങൾക്കും ഇതേ ഒരു ഗ്ലിച്ച് ഉണ്ടോയെന്നുണ്ടെങ്കിൽ താഴെ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. ഓക്കെ, അതിന് വല്ല സൊല്യൂഷൻ ഉണ്ടോയെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തായാലും ഇവിടെ മുമ്പിലാണെങ്കിൽ എനിമീസ് കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. നമ്മളെന്തായാലും ആ ഒരു ഫൈറ്റ് എടുക്കുന്നില്ല. കാരണം നമ്മുടെ കയ്യിലാണെങ്കിൽ ഗ്ലൂ വാൾ കാര്യങ്ങളൊന്നുമില്ല, ഗ്ലൂ വാൾ ബട്ടൺ ഇല്ല. ഗ്ലൂ വാൾ ഉണ്ട്, ബട്ട് ഗ്ലൂ വാൾ ബട്ടൺ ഇല്ല. സോ അതുകൊണ്ട് തന്നെ നൈസായിട്ട് നമുക്ക് ഈ ഒരു ഫൈറ്റ് ഒഴിവാക്കാം. എന്നിട്ട് നമുക്ക് നേരെ സോണിലോട്ട് പോകാം. ഓക്കെ, അങ്ങനെ നമ്മൾ നേരെ സോണിൽ കയറാൻ വേണ്ടിയിട്ട് ഗൈസ് സോണിൻ്റെ ആ ഒരു അടിച്ചു പിടിച്ചു വന്നപ്പോൾ
ഇവിടെ ഒരു എനിമി ആണെങ്കിൽ സ്നൈപ്പർ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഒരു എനിമിനെ കൂടി ഹെഡ് ഷോട്ട് കാര്യങ്ങൾ കൊടുത്ത് ഡൗൺ ആക്കിയിട്ട് ഗൈസ് 11ാമത്തെ കില്ലൂടി എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി എന്തായാലും നമുക്ക് സേഫ് ആയിട്ട് കളിക്കാന്ന് പറഞ്ഞുകൊണ്ട് ലാസ്റ്റ് സോൺ വരെ നമ്മൾ എങ്ങനെയൊക്കെയോ സർവൈവ് ചെയ്ത് ഇനിയാണെങ്കിൽ വെറും 1v1 സിറ്റുവേഷൻ ആണ്. ഓക്കെ, നമ്മുടെ മുമ്പിൽ ഒരു എനിമി നിൽക്കുന്നുണ്ട്. ആ ഒരു എനിമി ആണെങ്കിൽ നമ്മളെ കണ്ടിട്ടില്ല, പക്ഷെ നമ്മളാണെങ്കിൽ ആ ഒരു എനിമിനെ കണ്ടിട്ടുണ്ട്. സോ ആ ഒരു എനിമി എടുത്തോട്ട് വരുന്ന ടൈമിൽ നമുക്ക് കിങ് ഫിഷർ വെച്ചിട്ട് ആ ഒരു എനിമിനെ അടിച്ചിടാൻ നോക്കി നോക്കാം. ഓക്കെ, ആ ഒരു എനിമി ഓപ്പണിൽ വന്നതും നല്ല രീതിക്ക് ഡാമേജ് കാര്യങ്ങളൊക്കെ കൊടുത്ത്, പക്ഷെ അപ്പോഴേക്കും ആ എനിമിയാണെങ്കിൽ ഗ്ലൂ വാൾ കാര്യങ്ങളിട്ട് കവർ എടുത്ത് നിൽക്കുകയാണ്. ആ ഒരു എനിമി ഗ്രനേഡും എല്ലാം കുക്ക് ചെയ്ത് എറിയുന്നതിന് മുമ്പ് ഗൈസ് നമുക്കാണെങ്കിൽ ആ ഒരു എനിമിനെ അങ്ങ് റഷ് ചെയ്ത് അടിച്ചിടാന്ന് വിചാരിച്ച് അങ്ങനെ നേരെ കയറി ചെന്നപ്പോൾ ആ ഒരു എനിമിയാണെങ്കിൽ അവിടെ ലാൻഡ് മൈൻ വെച്ച് ട്രാപ്പ് സെറ്റ് ചെയ്യായിരുന്നു നമുക്ക് വേണ്ടിയിട്ട്. എന്തായാലും നമുക്ക് ഈ ഒരു ഗ്ലൂ വാളിന്റെ ബാക്കിൽ നിന്നുകൊണ്ട് ആ ഒരു എനിമി ഓപ്പണിൽ വരുന്നതോറും നമുക്ക് ആ ഒരു എനിമിക്ക് ഡാമേജ് കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഓക്കെ, ആ ഒരു എനിമിയാണെങ്കിൽ ലെവൽ 4 വെസ്റ്റും ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് തന്നെ തോംസൺ വെച്ച് അധികം ഡാമേജ് കാര്യങ്ങളൊന്നും കൊടുക്കാൻ പറ്റുന്നില്ല. എന്തായാലും നമുക്ക് ഈ ഒരു ലാൻഡ് മൈൻ കാര്യങ്ങളൊക്കെ പൊട്ടിക്കാൻ പറ്റുമോ നോക്കി നോക്കാം, ഇല്ലെങ്കിൽ മേ ബി നമ്മളതിൽ കയറാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, എന്തായാലും അവസാനത്തെ ആ ഒരു എനിമി ഓപ്പണിൽ വന്നതും ആ ഒരു എനിമി കിഡിലെ അടിച്ചോട്ട് കാര്യങ്ങൾ കൊടുത്ത്, പക്ഷേ അയ്യോ ആ ലാൻഡ് മൈൻ പൊട്ടിയെങ്കിലും നമ്മൾ എങ്ങനെയൊക്കെയോ സർവൈവ് ചെയ്ത് ആ ഒരു എനിമിനെ കൂടി അങ്ങ് ഫിനിഷ് ചെയ്ത് ഈ ഒരു മാച്ചിൽ ബൂയി അടിച്ച് നമ്മുടെ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇത്രയൊക്കെയുള്ള ഗൈസ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം നല്ല ഫ്രീ ഫയർ എല്ലാ കൂട്ടുകാരിലേക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. സോ ഇതിലും മികച്ചൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ AJ സൈനിങ് ഓഫ്.